ആരാ? ഞാൻ മനോഹരൻ മംഗളോദയം. നിങ്ങളുടെ അയൽവാസിയാണ്. സർവോപരി കേരളത്തിലെ സ്ത്രീജനങ്ങൾ നെഞ്ചിലേറ്റിൽ ലാളിക്കുന്ന ഒരു നോവലിസ്റ്റ് കുട്ടിയാണ്. മനസ്സിലൊരു കുളിർമഴ. അതെ, എന്റെ തൂലികയിൽ നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. സുഗുണേട്ടാ. നോ, മനോഹരേട്ടൻ. സുഗുണേട്ടാ. അയ്യോ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? വീട്ടിൽ പോയി വല്ലതും കഴിക്കാൻ നോക്കടാ. മനുഷ്യനെ തിന്നാൻ നോക്കില്ലെങ്കിലും നിന്ദിക്കരുത് ലക്ഷ്മിക്കുട്ടി. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? സ്വന്തം കുടുംബത്തിലെ താളപ്പിഴകൾ അന്യന്റെ ഉമ്മറത്തെ ലലക്ക് വെളുപ്പിക്കേണ്ടത് ഏകണ്ട വട്ടാണോ? വട്ട് 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 നിന്റെ തന്തക്കാരി. പിന്നെ പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തിൽ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയോന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല, ഉസ്താദ് അലവലാദ് ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരുപിടി മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചിക്കിച്ചി. 1 2 3 4 ഇന്ദ്രരത്തം. ഹായ് ഇന്ദ്രരത്തം. ഗുജറാത്തി കഥള കെട്ടിയ. അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? മറന്നു അല്ലേ? പെറ്റ തള്ളയെയും കുടിച്ച കളിനെയും മറക്കരുതാണ് ശാസ്ത്രം. താനേതാ? എന്തിന്? നാളെ നിങ്ങൾ എന്നെയും മറന്നു എന്ന് പറയില്ലേ? ലോനപ്പാ, എന്തേട്ടാ? കൊണ്ടുപോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടാ, യോഹന്നാന്റെ വേഷമോ തന്നില്ല. യേശുക്രിസ്തു ആവാൻ 1.5 മാസം പട്ടിണി കിടന്ന് വയറൊട്ടിച്ച് വന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ കുന്തം പിടിപ്പിച്ച് പറഞ്ഞാക്കി. രക്ഷണം പിടിച്ചില്ല. എടാ, നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. അല്ല, ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കി ജയ്. എന്റെ ദൈവമേ.